ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക, എങ്കിൽ മാത്രമാണ് എനിക്ക് തുടർന്നും ക്ലാസ്സുകൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മിക്ക സ്റ്റുഡൻസിനും RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങൾ നിരന്തരമായി എന്നെ വാട്സാപ്പിലും അല്ലാതെ കോളിലും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളെ കുറിച്ചിട്ട് കോമൺ ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഡിയോ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം RPF എന്ന് പറയുന്നത് 9739 വേക്കൻസിയോട് കൂടിയിട്ട് ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റാണ് നമ്മൾക്ക് വരുന്നത്. മെയിനായിട്ടും രണ്ട് പോസ്റ്റുകളാണ്. നമുക്കറിയാം സബ് ഇൻസ്പെക്ടറും അതോടൊപ്പം തന്നെ RPF കോൺസ്റ്റബിൾ. ഈ രണ്ട് പോസ്റ്റിലേക്കാണ് RPF വേക്കൻസി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിച്ചിരിക്കുന്നു. 30-ാം തീയതിയായിരുന്നു, ജൂൺ 2018 30-നാണ് അവസാനമായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ മിക്കവരും ചോദിക്കുന്ന ചോദ്യമാണ്, പരീക്ഷ കഴിഞ്ഞു പോയോ, പരീക്ഷാ തീയതി എന്നാണെന്ന്. ഇതുവരെ ഒഫീഷ്യലി RPF എക്സാമിനേഷൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി ഈ ഒരു മന്തിലാണ് എക്സാമിനേഷൻ ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത കാര്യം, പോസ്റ്റിൻ്റെ ഏജിലേക്ക് വരുന്നത് മാക്സിമം RPF കോൺസ്റ്റബിള് 25 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ്. മിനിമം ഏജ് 18 വയസ്സാണ്. ഇതൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഏജ് റിലാക്സേഷൻ വരുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. വയസ്സിളവ് വരുന്നത് SC STക്കാർക്ക് 5 വർഷത്തെ ഇളവും 5 വയസ്സിൻ്റെ. അതിനുശേഷം OBC 3 ഇയേഴ്സ് ആൻഡ് PWD 10 ഇയേഴ്സ്. PWD എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആണ്. 10% 10 വർഷം ആണ് PWD ഉള്ളവർക്ക്, ഡിസേബിലിറ്റീസ് ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഇനി എക്സാമിൻ്റെ പാറ്റേൺ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എങ്കിൽ കൂടി ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. RPF റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 ഫേസസ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. CBT, PET, PMT ആൻഡ് DV. CBT എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് വരും, PET. ദെൻ അടുത്തത് വരുന്നത് PMT, ഫിസിക്കൽ മെഷർമെൻറ്റിൻ്റെ ടെസ്റ്റ് വരും. അതിനുശേഷം ലാസ്റ്റ് ഇതെല്ലാം നിങ്ങൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, DV ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ 4ാമത്തെ ഫേസിലേക്ക് നിങ്ങൾ കടക്കും. അപ്പോൾ ഈ CBT എന്ന് പറയുന്നത് മെയിനായിട്ടും 3 സെക്ഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. ഫസ്റ്റ് വൺ ജനറൽ നോളജ്. 50 ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും. 50 മാർക്ക് വെച്ചിട്ടായിരിക്കും GK സെക്ഷനിൽ നിന്ന് ചോദിക്കുക. അടുത്തതായിട്ട് സെക്കൻഡ് സെക്ഷൻ വരുന്നത് അരിത്തമാറ്റിക് ആണ്. 35 ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് 35 മാർക്കായിരിക്കും. അതിനുശേഷം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്ക് ആണ് അതിലും ചോദിക്കുക. 35 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 120ലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഫുൾ മാർക്ക് വരുന്നത്. ഇതിനെല്ലാം നിങ്ങൾക്ക് അലൗട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആയിരിക്കും. ഈ 120 മാർക്കിന് നിങ്ങൾക്ക് എക്സാമിനേഷൻ ടൈം അലൗട്ട് ചെയ്തിരിക്കുന്നത് 90 മിനിറ്റ്സ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. അതോടൊപ്പം നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും, 1/3 വെച്ചിട്ട് ഡിഡക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അടുത്ത കാര്യം, 15 ലാംഗ്വേജസിലാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ മലയാളം മീഡിയമായി തിരഞ്ഞെടുത്തവർക്ക് മലയാളത്തിലും, ഇംഗ്ലീഷ് മീഡിയമായി അപ്ലൈ ചെയ്തവർക്ക് ഇംഗ്ലീഷിലുമായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, 15 ലാംഗ്വേജ് ഉണ്ടാവും. നമ്മൾ മിക്കവരും കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് മിക്കവരും തന്നെ മലയാളമാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം നമുക്കറിയാം ഈ എക്സാം പാറ്റേൺ SIക്കും കോൺസ്റ്റബിളിനും സെയിം തന്നെയാണ് രണ്ടിനും. കോൺസ്റ്റബിളിന് 10th മാട്രിക്, അതായത് SLC ലെവലായിരിക്കും. ദെൻ SI സബ് ഇൻസ്പെക്ടർ വരുന്നത് ഗ്രാജുവേറ്റ് ലെവലും ആയിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് RPFന്റെ ക്രാഷ് കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിലുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ RPF സ്പേസ് നിങ്ങളുടെ നെയിം ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ GK വേൾഡ് ആൻഡ് PSCയുടെ RPF ക്രാഷ് കോഴ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. വാട്സാപ്പിൽ നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഫോർമാറ്റ് മറക്കണ്ട, RPF സ്പേസ് നിങ്ങളുടെ പേര് ആദ്യം ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള പഠന രീതിയായിരിക്കും. നിങ്ങൾക്ക് ഡെയിലി ഓഡിയോ, വീഡിയോ, PDF നോട്ട്സ് തുടങ്ങി PPT തുടങ്ങിയ ക്ലാസ്സുകൾ ലഭ്യമാകുന്നു. വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നു. അതോടൊപ്പം വീക്ക്ലി, മന്ത്ലി ടെസ്റ്റുകൾ, അതോടൊപ്പം പ്രീവിയസ് RPF റിലേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 9 to 10 PM ടീച്ചേഴ്സ് ഓൺലൈനിൽ നിങ്ങൾക്ക് ഉണ്ടാവും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാകും. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ RPF സ്പേസ് നിങ്ങളുടെ നെയിം മെസ്സേജ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.